അതിനല്ലേ സപ്ലൈക്കോന്ന് പേര് പറഞ്ഞത്. ചോദ്യം അതല്ല, ഈ മാർക്കറ്റിലെ വില ആരാടോ കൂട്ടിയത്? മാർക്കറ്റിൽ ആരാ കൂട്ടിയത്? അപ്പൊ നിങ്ങൾ പറയും നരേന്ദ്രമോദിയാണ്. അംഗീകരിക്കണു, നരേന്ദ്രമോദി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് കർണാടക പെടൂലേ, തമിഴ്നാട് പെടൂലേ, ആന്ധ്ര പെടൂലേ? അവിടെ അരിക്ക് പൈസ ഇല്ലടോ, പച്ചക്കറിക്ക് പൈസ ഇല്ല, പാലിന് പൈസ ഇല്ല. അവിടെയൊക്കെ ഗവൺമെന്റുകൾ കുറച്ചു കൊടുക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്, വില നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കർണാടക പോയി നോക്ക്, ഡീസലിന് 10 റുപ്യ ലിറ്റർമിൽ ലാവാണ്. ലിറ്റർമിൽ ഞങ്ങൾ വയനാട്ടുകാർക്കൊക്കെ മെച്ചം എന്താണെന്ന് വെച്ചാൽ കർണാടകയിൽ പോയി ഫുൾ ടാങ്ക് അടിച്ച് നാട്ടിൽ വന്നാലും ആ പോയ പൈസ അടക്കം മുതലാവും. കാര്യം എന്താണ്? ലിറ്ററിന് 10 രൂപ കുറവാണ്. മാഹി പോയാൽ 14 റുപ്യ കുറവാണ്. മാഹി ഇന്ത്യയിലല്ല, കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും കർണാടക ഇന്ത്യയിലല്ല. ഞാൻ പെണ്ണുങ്ങളോടൊക്കെ പറയാറുണ്ട്, വെറുതെ ഈ കേരളത്തിൽ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? തമിഴ്നാട്ടിലെ കർണാടകയിലെ പോയാൽ മതി. ഭർത്താവിനോട് തെറ്റിയാൽ രാവിലെ നേരെ കയറി ബസ് കുത്തിർക്കുക, അങ്ങനെ പോവുക. വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവിന്റെ